പോയി കള്ളി കൈ പൊള്ളിയെന്നാ തോന്നുന്നേ. ആ കൈ പൊള്ളിയല്ലെന്നാ ഫോൺ ഒരെണ്ണം. ഹലോ മോഹനമേന്ദ്രൻ അല്ലയോ? ആ മോഹനമേന്ദ്രൻ അല്ലെന്നാരാ പറഞ്ഞേ? അല്ല ഞാൻ കുറെ നേരത്തെ വിളിക്കുവാണോ കിട്ടുന്നില്ല. ആ എങ്ങനെയാ വിളിച്ചേ? ഫോണിൽ കൂടെ വിളിച്ചിട്ട് കിട്ടാണ്ട് തെറി അങ്ങ് വിളിച്ച്. ആ ഫോണിൽ കൂടെ വിളിച്ചിട്ടാ കിട്ടാഞ്ഞത്. നേരിട്ട് ഇങ്ങോട്ട് വന്ന് വിളിച്ചു നോക്ക്, അന്നേരം അറിയാം മോഹനമേന്ദ്രയുടെ കഴിവ്. ഒരു പണിയുമില്ല. വൈദ്യരെ രക്ഷിക്കണം, വൈദ്യരെ രക്ഷിക്കണം. രക്ഷിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് കയറി വരണല്ലോ. കയറി പോടാ മക്കള്, കയറി പോ. വൈദ്യരെ അത് രക്ഷിക്കണം. എന്താ പറ്റിയത്? വൈദ്യരെ ഇവനെ വിഷമുള്ള എന്തോ കടിച്ചതാ, ഒന്ന് നോക്കിയേ. നോക്കട്ടെ. ഇവന്റെ മുഖം കണ്ടിട്ട് പാമ്പാണെന്ന് തോന്നല്ലോ. ഇവനോ? എവനല്ലടോ, കടിച്ചത് പാമ്പാന്ന് തോന്നുന്നു. ആ പാമ്പാ. അല്ല വൈദ്യര് ഒറ്റയ്ക്കുള്ളൂ, ഇവിടെ സഹായത്തിനൊന്നും ആരും ഇല്ലയോ? ഒരാളുണ്ട്. അവനെത്തിയേ? അവനകത്ത് തിരുമിക്കൊണ്ടിരിക്കുന്നു. അത് ശരി. അപ്പൊ ഇവിടെ കിടത്തി തിരുമ്പൊക്കെ ഉണ്ട് കേട്ടോ. കിടത്തി തിരുമല്ലടോ, തേങ്ങാ തിരുമെന്ന്. ഉച്ചയ്ക്ക് ചോറിനായിട്ട് ചമ്മന്തി അരയ്ക്കുന്നു. പൊന്ന് വൈദ്യരെ, നമുക്ക് ചമ്മന്തിയൊക്കെ പിന്നെ അരയ്ക്കാം. ഇവനെ ഒന്ന് രക്ഷിക്കേ. വൈദ്യരെ ഞാൻ രക്ഷപ്പെടുവോ? താൻ എന്നും ജോലിക്ക് പോകാറുണ്ടോ? ഇല്ല. എന്നാ താൻ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. പൊന്ന് വൈദ്യരെ, അവൻ അതല്ല ചോദിച്ചത്. പാമ്പ് കടിച്ചതല്ലയോ? അവൻ രക്ഷപ്പെടുന്ന ചോദിച്ചത്. എത്ര മണിക്കാ തന്നെ പാമ്പ് കടിച്ചേ? വൈകിട്ട് 4 മണിക്കാ. അത് ചായയുടെ കൂടെയുള്ള കടിയാ. കുഴപ്പമില്ല, രക്ഷപ്പെടും. സ്നാക്കല്ല കടിച്ചത്, സ്നാക്കാ. വൈദ്യരെ ഈ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം എടുക്കാൻ വെക്കുവോ? എടാ പൊട്ട, ഇപ്പൊ നിന്നെ മാത്രമല്ല പാമ്പ് കടിച്ചോളൂ. ഇനി വൈദ്യര പാമ്പിനെ ഇവിടെ വിളിച്ചു വരുത്തിട്ട് വേണം നമ്മൾ 3 പേരും കൂടെ ഒരു ടീം ആകുമ്പോൾ നമ്മൾ ഓടിച്ചിട്ട് കൊത്താന്. വേണോ? അല്ല വൈദ്യരെ, വൈദ്യരെ പാമ്പിനോട് വിളിച്ചു വരുത്തിയായിരുന്നല്ലോ വിഷം ഇറക്കാൻ വേണ്ടി. അതിന് എപ്പോഴാ പറഞ്ഞു വിട്ടത്? അത് വന്നിട്ട് അതിന്റെ പണിയും ചെയ്തിട്ട് അപ്പോഴേ പോയില്ലേ. ഇവിടുത്തെ കോൺക്രീറ്റ് ആയിരുന്നു. കോൺക്രീറ്റ് അല്ല, അത് വന്ന് വിഷം എടുക്കാൻ വന്നു, വിഷം എടുത്തു, തിരിച്ച് രാത്രി തന്നെ പോയി. ആ പാവം പാമ്പിനെ രാത്രി പറഞ്ഞു വിട്ടോ? ഇവരാണ് പാവങ്ങള്. ഇവർക്ക് കോടികളുടെ ആസ്തിയുണ്ട്. കോട്ടയം പാമ്പാടിയാറ ഇവരുടെയാ നാഗമ്പടോ. ഇവർക്ക് അവിടെ ഇരിക്കാത്ത കറങ്ങി നടക്കുക. വൈദ്യരെ എന്തെങ്കിലും മരുന്നുണ്ടെ അവനെ കൊണ്ട് കൊടുക്ക. അത് പിന്നെ പച്ചമരുന്ന് കഴിക്കണം. അത് നടക്കത്തില്ല. എന്താ കാര്യം? ഞാൻ രാത്രിയിലേ ചുമന്ന മരുന്ന് കഴിക്കുന്നുണ്ട്. അത് വിഷം കേറാനുള്ള മരുന്നാ, ഇത് വിഷം ഇറങ്ങാനുള്ള മരുന്ന്. അല്ല വൈദ്യരെ, എന്തെങ്കിലും മരുന്നെങ്കിലും ഉണ്ടെ അവന് കൊടുക്ക. മരുന്നുണ്ട്, പക്ഷെ പത്യം നോക്കണം. അത് ശരി. കടിച്ച പാമ്പിനും പത്തി, കടിക്കുന്ന മരുന്നിനും പത്തി. ഇവരുടെ അളിയനോ അല്ലടോ, ഞാൻ കൊടുക്കുന്ന മരുന്നിന് പത്യമുണ്ട്. അന്ന് എന്തെങ്കിലും എടുത്ത് കൊടുക്കാം അങ്ങോട്ട്. ഇവിടെ പാമ്പ് കടിച്ചാൽ ഉറങ്ങാൻ പാടില്ല. അതെങ്ങനെ വൈദ്യരെ ശരിയാവുന്നേ? പാമ്പ് ഇവനെ കടിച്ചിട്ട് അങ്ങ് പോയില്ലയോ? അതിന് ചെന്ന് കിടത്തിന് ഉറങ്ങുവാണോ, ഇനി ഇവനെ കടിച്ചൊരു സന്തോഷത്തിൽ കിടന്ന് തുള്ളിച്ചാടോ എന്നൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? എടോ അതല്ല പറഞ്ഞത്, പാമ്പ് കടിച്ചയാൾ ഉറങ്ങാൻ പാടില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം വൈദ്യരെ? അതിന് ശംഖുപുഷ്പം വെച്ച് കണ്ണെഴുതണം. വൈദ്യരെ ഈ കൺമഷി വെച്ച് കണ്ണങ്ങ് എഴുതിയാ പോരെയോ? ഇയാളെ കൺമഷി വെച്ച് കണ്ണും എഴുതി പൊട്ടും തട്ട് പൗഡർ എഴുതി ഇയാളെ അവിടെ ഫാഷൻ ഷോയ്ക്ക് കൊണ്ട് നടക്കാൻ പോയില്ലയോ? ഇവിടെ ശംഖുപുഷ്പം വെച്ച് തന്നെ കണ്ണെഴുതണം. എന്റെ പൊന്നു വൈദ്യരെ, അത് നടക്കത്തില്ല. അതെന്താ കാര്യം? പിന്നെ ശകുന്തള ഓർമ്മ വരും. ശകുന്തള ഓർമ്മ വരും അല്ലേ? വൈദ്യര് കേട്ടിട്ടില്ലയോ? ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ